അപ്പോൾ ദേ നമ്മുടെ ആളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇത് മുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കരിവേപ്പിലയുണ്ട്, പ്രധാനപ്പെട്ട മീനുണ്ടല്ലേ? മീൻ റെഡിയാക്കി എടുത്ത് നല്ല പക്കയായിട്ട് കഴിയല്ലേ? എത്ര പ്രാവശ്യം കഴിയും? 6-7 പ്രാവശ്യം കഴിയും. എങ്കിലും ആ ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ. നല്ല എല്ലാം പോയി കൃത്യമായിട്ട് റെഡിയാവുള്ളൂ. പിന്നെ ഇവിടെ എണ്ണയുണ്ട്, വിനാഗിരി ഉണ്ടല്ലേ? തുടങ്ങിയാലോ? ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമുക്ക് പൊടികളെല്ലാം നന്നായിട്ട് പെരട്ടാം. അപ്പോൾ ഉപ്പിട്ടല്ലേ? ഉപ്പിട്ടിട്ട് ഈ കുരുമുളകിന്റെ തരിതരി പോലെ ഇരിക്കുന്നത്. തരിതരി പോലെ അത് ഇച്ചിരി ക്രഷ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ ഒരു രുചി കിട്ടുള്ളൂ. പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് മതി അല്ലേ? കുറച്ച് മതി. മുളക് പൊടി ഇടുവാണ്. അപ്പോൾ പെരട്ടാം. പെരട്ടുവാണേ. എല്ലാത്തിലും അതിൻ്റെ ആ ഒരു പെരട്ട് ഏകദേശം കഴിയാറായല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ നമ്മൾ 1/4 മണിക്കൂർ ഇത് പെരട്ടി വെക്കണം, എന്നാലേ ഇതിന്റെ മസാലയൊക്കെ പിടിച്ച് കറക്റ്റ് ആവുള്ളൂ. എന്തായാലും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താ പരിപാടി? ഇനി അടുത്തത് ഉരുളി ചൂടാകുമ്പോൾ നമ്മൾ ഈ നല്ലെണ്ണ അതിനകത്ത് ഒഴിച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുക്കും. ചൂടായി കഴിയുമ്പോൾ അങ്ങനെ ചൂടായി എണ്ണ ഒഴിക്കും അല്ലേ? ഒഴിച്ചപ്പോൾ തന്നെ തിളച്ച് കേട്ടോ. കാര്യം ഇത് ചൂടായി നിൽക്കണുണ്ടായിരിക്കും. ഇനി നമ്മുടെ മീൻ ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറായി. നല്ല ഇതായിട്ടിരിക്കുവാണ്, മസാലയൊക്കെ പിടിച്ച്. അപ്പോൾ അതിനകത്തേക്ക് വേപ്പില ഇടുക അല്ലേ? നല്ലപോലെ പൊട്ടണുണ്ട്. ഇത് മീൻ പിടിക്കാതിരിക്കാം അല്ലേ? ഇത് നല്ലപോലെ പൊട്ടിക്കൊണ്ടിരിക്കുവാണ്. ഈ അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ആൾ ഇടാൻ പോവാ അല്ലേ? അതെ, മീൻ കോരി ഇടാൻ പോവാണ്. അടിപൊളി. വേപ്പിലയുടെ എണ്ണയുടെ അകത്തേക്ക് നമ്മുടെ മീൻ കോരി ഇടുവാണ്. നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് കോരുമ്പോൾ കാണാം കേട്ടോ. കോരിയിട്ട് ഈ പാത്രത്തിലോട്ട് ഇടുമ്പോൾ കാണാം കറക്റ്റ് എങ്ങനെയാവുന്നു. നല്ല മുരുമുരാന്നായിട്ടുണ്ടല്ലേ? ഏകദേശം നല്ല അടിപൊളിയായി. ഇതങ്ങ് കോരുവാണ്. ഈ പാത്രത്തിലോട്ട് ഇടുവാണ്. നമ്മൾ ഒരുപാട് മൊരിച്ചാൽ അച്ചാർ അധികം നാളിരിക്കും, പക്ഷേ ടേസ്റ്റ് കുറയും. ഇച്ചിരി നമ്മൾ മീഡിയം രീതിയിൽ ഇച്ചിരി ഇത് നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഉലുവായിട്ട് ഉലുവ ഇടാൻ പോയി. എണ്ണ തിളച്ചിടക്കൊണ്ട് അപ്പം തന്നെ പൊട്ടിയല്ലേ? ഉലുവ, കടുകും പൊട്ടി, എല്ലാം പൊട്ടുവാണ്. നേരത്തെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇച്ചിരി ആയതിന് ശേഷമേ മറ്റു സാധനം ഇടുള്ളൂ. ഇഞ്ചി ഒന്ന് ഇതായണല്ലേ? കളറാവണം. പിന്നെ ഇഞ്ചിക്ക് ഒരു കാരമുണ്ട് ഇഞ്ചിക്ക്. അപ്പം ഈ എണ്ണക്കകത്ത് കിടന്ന് അല്പം മൊരിഞ്ഞതിന് ശേഷം മറ്റു സാധനം ഇടുള്ളൂ. അപ്പോൾ നമുക്കിനി വെളുത്തുള്ളി ഇടുവാണ്. പച്ചമുളക് ഇട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അല്ലേ? നമ്മളെ ഇത് വറുത്തു കോരിയ അതേ എണ്ണക്കകത്ത് തന്നെയാണ് നമ്മൾ ബാക്കി ഇത് എല്ലാം മൊരിച്ചെടുത്ത് ചെയ്യണം. അപ്പോൾ ആ എണ്ണ മീൻ കിടന്ന് മൊരിഞ്ഞ എണ്ണയായതുകൊണ്ട് നന്നായിട്ടിരിക്കും. മുളക് പൊടി. ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, പോരാത്ത ഉപ്പും കൂടി ഇട്ട് മൊത്തത്തിൽ ഒന്ന് ഇളകി കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി അല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഗ്രേവി സെറ്റായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മീനിടാൻ പോവും അല്ലേ? അപ്പോൾ അതെ, മീനെടുക്കുവാണ്. നമ്മുടെ ഗ്രേവിക്കകത്തേക്ക് മീനിടുവാണ്. ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക അല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ, കുരുമുളക് എല്ലാ സാധനവും കൂടുതൽ ചേർത്താലേ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഒരുപാട് മീനും ഉണ്ട് കേട്ടോ. ഗ്രേവി മാത്രമല്ല, മീനും തിക്കായിട്ടുണ്ട്. ഇനി ഇത് ഒരു ദിവസം ഇരുന്ന് തണുത്ത് പിറ്റേ ദിവസം പാക്ക് ചെയ്യുള്ളൂ അല്ലേ? അങ്ങനെ നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അച്ചാർ അവസാന ഘട്ടത്തിലോട്ട് എത്തി. ഇനി ഇത് പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? 1/2 കിലോ, 300 ഗ്രാം, അങ്ങനെ പല അളവിൽ കൊടുക്കും അല്ലേ? അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന അനുസരിച്ച് 1/2 കിലോ, 1 കിലോ, 300 ഏത് തൂക്കത്തിൽ വേണേലും നമുക്ക് കൊടുക്കാം. ചോദിച്ചാൽ മതി. നമ്മൾ ഇന്ത്യയിൽ എവിടെയായാലും അയച്ചു കൊടുക്കും അല്ലേ? അയച്ചു കൊടുക്കും. ഓക്കെ.